പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. വേദപുസ്തകവും ശാസ്ത്രവും എന്നുള്ള വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. എന്നാലും ചെറുതായിട്ട് ഞാനൊന്ന് ചുരുക്കി പറയുകയാണ്, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് നമ്മൾ കണ്ട കാര്യം, വേദപുസ്തകം ഒരു ശാസ്ത്ര പുസ്തകമല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ വായിച്ചു പോകുമ്പോൾ ചില സ്ഥലത്തും ശാസ്ത്രം എന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാകും. പക്ഷെ അത് ശാസ്ത്രമൊന്നുമല്ല. വേദപുസ്തകം പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്, മനുഷ്യർക്കും സമൂഹത്തിനുണ്ടായ ദൈവ അനുഭവത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നോഹയുടെ കാലത്ത് മനുഷ്യവംശം പൂർണ്ണമായി നശിച്ചു പോകാതെ പെട്ടകത്തിൽ ദൈവം സംരക്ഷിച്ചു. മനുഷ്യൻ മാത്രമല്ല, ജീവജാലങ്ങളൊക്കെ. അതൊരു ദൈവ അനുഭവമാണ്. ആ അനുഭവം പറയുമ്പോൾ ചരിത്രത്തിൻ്റെ വിവരണം വരുന്നുണ്ട്. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ വിമോചിപ്പിച്ചു, അവിടെയും ചരിത്രം പറയേണ്ടി വരുന്നുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരുമ്പോൾ ലോകം എങ്ങനെ അവസാനിക്കുമെന്നുള്ളൊരു വിവരണമൊക്കെ കാണുന്നുണ്ട്. ശാസ്ത്രമായിട്ട് ചിലതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അതിൽ ശാസ്ത്രമൊന്നുമില്ല. പിന്നെ എന്താണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന? ഒന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് പറയുന്നത്? സൂര്യൻ ഇരുണ്ടു പോവും, ചന്ദ്രൻ രക്തനിറമായി തീരും, നക്ഷത്രങ്ങൾ അവിടെ നിരകളിൽ താഴെ വീഴും. അന്നുണ്ടായിരുന്ന ആ കാലത്ത് അവർക്കറിയാമായിരുന്ന ശാസ്ത്രവും യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ലോകാവസാനത്തെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഈ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എങ്ങനെയായിരിക്കും എന്നൊന്ന് വിശദീകരിക്കാൻ ഉപയോഗിച്ചതാണ്. ഒരല്പ അലങ്കാര ഭാഷയാണ്. അവരെന്താ പറയാൻ ഉദ്ദേശിച്ചത്? നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്ത, നമുക്കാർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത അതുപോലൊരു രീതിയിലായിരിക്കും യേശുക്രിസ്തു വരിക. ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു സത്യപ്രസ്താവനയാണെന്നൊന്നും ധരിക്കേണ്ട, ശാസ്ത്ര പ്രസ്താവനയാണെന്ന് ധരിക്കേണ്ട. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലുത്. കാര്യം മേഘങ്ങളുടെ ഉയരമാണെന്ന് മനുഷ്യർ ചിന്തിക്കാൻ കഴിയുന്ന വലിയ ഉയരം. ആ ഉയരത്തിൽ യേശുക്രിസ്തു വരുന്നു. അവർ അത്രയും വലിയ രീതിയിൽ, നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത രീതിയിൽ, അത്രയുമേ ഉള്ളൂ വേദപുസ്തകത്തിലെ ശാസ്ത്രം. ഒരു പക്ഷേ ഞാനിങ്ങനെ പറയുമ്പോൾ വേദപുസ്തകത്തിലെ ശാസ്ത്രം വിശദീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതൊരു പ്രതിഷേധമായേക്കും. സാരമില്ല, വേദപുസ്തകം ശാസ്ത്രം പറയാനുള്ള പുസ്തകമല്ല. അത് പറയാൻ വേറെ പുസ്തകങ്ങളുണ്ട്. ഇനി ചരിത്രം എടുക്കാം. വേദപുസ്തകത്തിൽ കുറേ അധികം ചരിത്രങ്ങളുണ്ട്. ചരിത്രം പറയാനാണ് വേദപുസ്തകം എഴുതിയതെന്ന് ധരിക്കേണ്ട. വേദപുസ്തകത്തിൽ കാണുന്ന ചരിത്രവും വ്യത്യസ്തമാണ്. സാധാരണ ചരിത്രമൊന്നുമല്ല. ദൈവം മനുഷ്യനോട് ഇടപെട്ടതിൻ്റെ ചരിത്രമാണ് കാണുന്നത്. പിന്നെ ഭൂമിയെ സൃഷ്ടിച്ചതിൻ്റെയൊക്കെ ചരിത്രം, അത് ചരിത്രമൊന്നുമല്ല. ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന് ആ ഒരു ആംഗിളിലൂടെ, ദൈവബന്ധത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ, ദൈവത്തോടുള്ള വിശ്വസ്തയുടെ കാഴ്ചപ്പാടിലൂടെയൊക്കെ നോക്കിക്കാണുന്ന ഒരനുഭവമാണ് അത്. അപ്പോൾ അവിടെ ചരിത്രം, സാധാരണ അവർ ചരിത്രം അന്വേഷിച്ചാൽ അതവിടെ കണ്ടെത്തുകയില്ല എന്നുള്ളത് സത്യമാണ്. ഇനി ചില വാക്കുകളൊക്കെ അലങ്കാര പ്രയോഗങ്ങളാണ്. അത് അലങ്കാരമായിട്ടുണ്ടാകും. കാരണം അന്നത്തെ ഭാഷ വളരെ ചെറുതാണ്. ആ ചെറിയ ഭാഷ കൊണ്ട് ഒത്തിരി വലിയ കാര്യങ്ങൾ പറയാനാവില്ല. അതുകൊണ്ട് അലങ്കാരത്തിൻ്റെ ഭാഷ പലപ്പോഴും ദൈവത്തിൻ്റെ വലത് കൈ, ദൈവത്തിൻ്റെ ഭംഗിയുള്ള വാക്കുകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതും എന്താ പറയുക, അത് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വേദപുസ്തകത്തെക്കുറിച്ച് കണ്ടത്. വേദപുസ്തകം അടിസ്ഥാനപരമായി പറഞ്ഞാൽ വേദപുസ്തകം ശാസ്ത്രഗ്രന്ഥമല്ല, ചരിത്രഗ്രന്ഥമല്ല, ദൈവാനുഭവം വിവരിക്കുന്ന ദൈവാനുഭവത്തിൻ്റെ, ദൈവം മനുഷ്യജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ ആ വിവരണമാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ ഇനി സൃഷ്ടിയെപ്പറ്റി ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കാം.
ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കിയാൽ അങ്ങനെ പറയാൻ പറ്റൂ. നാളെ ശാസ്ത്രം എന്തു പറയുമെന്ന് നമുക്കറിയില്ല. ഇന്ന് ലോകം എങ്ങനെ ഉണ്ടായി എന്ന് ശാസ്ത്രം പറയുന്നത് നാളെ ഒരു ദിവസം ഏതെങ്കിലും ഒരു കാലത്ത് മാറ്റി പറയുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ടെലസ്കോപ്പ് നമ്മൾ ആകാശത്ത് എത്തിച്ചിട്ട് ഒത്തിരി 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 ഉയരത്തിൽ, ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിലെത്തിച്ചിട്ട് കുറച്ച് നാളായി. ആ ടെലസ്കോപ്പ് ഒത്തിരി വിവരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ശാസ്ത്രം ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ് കാര്യങ്ങളെന്ന് ഈ കണ്ടെത്തലുകൾ പലതും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്, ശാസ്ത്രം ഇന്ന് പറയുന്നതിന് അനുസരിച്ച് ഈ പ്രപഞ്ചമുണ്ടായത് 1380-82 കോടി കൊല്ലം മുമ്പാണ്. ഡേറ്റൊന്നും പറയാവുന്ന കാര്യമില്ല. 1380-82 ഏതാണ്ട് ആ കോടി കൊല്ലം. ആ കാലഘട്ടത്തിലാണ് പ്രപഞ്ചമുണ്ടായത്. എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത്? മഹാവിസ്ഫോടന സിദ്ധാന്തം അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി എന്നൊക്കെയാണ് അതിന് പറയുക. ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടായിരുന്ന. ഒന്നും പൊട്ടിത്തെറിച്ചില്ല. അവിടെ ഉണ്ടായിരുന്നത് ഒരു സിംഗുലാരിറ്റി എന്ന് ശാസ്ത്രം വിളിക്കുന്ന ഒന്നാണ്. അതെന്താണെന്ന് പറയില്ല, അത്ര എളുപ്പമൊന്നുമല്ല. എങ്കിലും പെട്ടെന്നൊരു വാക്ക് ഞാൻ പറയാം. ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള സകല ഊർജവും സകല പദാർത്ഥവും വളരെ അതിഭീകരമായ അനന്തമായ സാന്ദ്രതയിൽ, അനന്തമായ ഊർജാവസ്ഥയിൽ ഒരു കുഞ്ഞിപ്പൊടി സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അത് ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല അതിനെ. പക്ഷെ ഒന്നറിയാം, അതിഭീകരമായ സാന്ദ്രതയാണ്, അനന്തമായ ഊർജമാണ്, അതൊതുങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര വേഗത്തിൽ അതിൻ്റെ ഒരു ഭയങ്കര വികാസം ഉണ്ടായി. അങ്ങ് വളർന്ന് വികസിച്ചു പ്രപഞ്ചം. വളരെ 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 പെട്ടെന്ന്, നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. പ്രകാശത്തേക്കാൾ വേഗത്തിൽ, പ്രകാശത്തിൻ്റെ വേഗത്തിലാണ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ഏകദേശം. അതിനേക്കാളൊക്കെ ഒത്തിരി 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 വേഗത്തിലാണ് പ്രപഞ്ചം അങ്ങ് വളർന്ന് വികസിച്ചത്. എന്നിട്ട് ഇലക്ട്രോണുകളുണ്ടായി, പ്രോട്ടോണുകളുണ്ടായി, ന്യൂട്രോണുകളുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആറ്റങ്ങളുണ്ടായി. എന്നാൽ അതിവേഗത്തിൽ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലത്തേക്ക് പ്രകാശം ഉണ്ടായി. പ്രകാശം പിന്നെയും ഇരുട്ടായി. അങ്ങനെ ഒരു 30 കോടി കൊല്ലം കഴിഞ്ഞപ്പോൾ ബിഗ് ബാങ് എന്ന് പറയുന്ന ഭയങ്കര വികാസമുണ്ടായി. 30 കോടി കൊല്ലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ നക്ഷത്രങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഇന്നത്തെ സൂര്യൻ്റെ 500 ഇരട്ടിയൊക്കെ ഉള്ള നക്ഷത്രങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ നക്ഷത്രങ്ങൾക്ക് വലിപ്പം കൂടുന്നതോറും അതിൻ്റെ ആയുസ് കുറയും. നക്ഷത്രങ്ങൾ പെട്ടെന്ന് കട്ടിത്തീർന്നു, പൊട്ടിത്തെറിച്ചു. അതിൽ ചില മൂലകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഹൈഡ്രജനും ഹീലിയവും ലിഥിയവും മാത്രമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പൊട്ടിത്തെറിച്ചപ്പോൾ കൂടുതൽ മൂലകങ്ങളുണ്ടായി. അതിൽ നിന്ന് അടുത്ത നക്ഷത്രം ഉണ്ടായപ്പോൾ ഈ മൂലകങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് അതിൻ്റെയും ജീവിതാന്തത്തിൽ അത് പൊട്ടിത്തെറിച്ച് കോടിക്കണക്കിന് വർഷങ്ങളാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നത്തെ സൂര്യൻ 3ാമത്തെ തലമുറയിൽപ്പെട്ട നക്ഷത്രമാണ്. 3ാം തലമുറയിൽപ്പെട്ട നക്ഷത്രം. കോടിക്കണക്കിന് വർഷപ്പോഴേയും കഴിഞ്ഞു. 1380 കോടി കൊല്ലം മുമ്പ് ആ സിംഗുലാരിറ്റിക്കൊരു മഹാവികാസമുണ്ടായെങ്കിൽ ഇന്ന് ഈ നമ്മൾ ജീവിക്കുന്ന ഭൂമിയും സൂര്യനൊക്കെ ഉണ്ടായിട്ട് വെറും 450 കോടി കൊല്ലമായുള്ളൂ. അങ്ങനെ പ്രപഞ്ചം അങ്ങനെ നിർത്താതെ അതിഭീകര വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട്? പദാർത്ഥങ്ങളുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മനുഷ്യനും മൃഗങ്ങളും മരങ്ങളൊക്കെ പദാർത്ഥമാണ്. ഊർജമുണ്ട്. ചൂട് ഊർജമാണ്. പിന്നെന്താ?
പെരിഫെറിക്സിൽ ചലനത്തിനും അങ്ങനെയൊക്കെ ഊർജ്ജങ്ങളൊക്കെ ഉണ്ട്. ഈ ഊർജ്ജങ്ങളൊക്കെ കൂട്ടിച്ചേർത്താൽ പ്രപഞ്ചത്തിൻ്റെ വെറും 5%. പദാർത്ഥവും നമുക്കറിയാവുന്ന ഊർജ്ജവും എല്ലാം കൂട്ടിച്ചേർത്താൽ പ്രപഞ്ചത്തിൻ്റെ 5% ആകുന്നുള്ളൂ. ബാക്കി തമോർജം, തമോദ്രവ്യം. എങ്ങനെയുണ്ട് ഊർജത്തെയും പദാർത്ഥത്തെയും പറ്റി ശാസ്ത്രം പറയുന്നുണ്ട്. പദാർത്ഥത്തിൻ്റെ ഭൂരിഭാഗവും അതാണ്. 95% രണ്ടും കൂടി ചേർന്നാണ് പദാർത്ഥത്തിൻ്റെ ഊർജത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ. ഇതെല്ലാം ചേർന്ന് ഇങ്ങനെ പ്രപഞ്ചം മഹാവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വികാസം തുടങ്ങി ആദ്യ നിമിഷത്തിൽ പിന്നെ പോവുക. അങ്ങനെ ഏതാണ്ട് 300 കോടി കൊല്ലം മുമ്പ് 300 കോടി കൊല്ലം മുമ്പ് ലോകത്ത് ജീവനുണ്ടായി. അതാ ശാസ്ത്രം പറയുന്നത്. 300 കോടി ഏകദേശമാണ് കേട്ടോ കണക്കുകളൊക്കെ. 300 കോടി കൊല്ലം മുമ്പ് ഭൂമിയിൽ ജീവനുണ്ടായി. വേറെ എവിടെയെങ്കിലും ജീവനുണ്ടായിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും പ്രപഞ്ചങ്ങളുണ്ടോ? ഇതൊന്നും ശാസ്ത്രത്തിനറിയില്ല, നമുക്കും അറിയില്ല. ആ സിംഗുലാരിറ്റിയിൽ നിന്ന് വികസിച്ചു വന്ന പ്രപഞ്ചമാണ് നമ്മുടെ. വേറെ എവിടെയെങ്കിലും വേറൊരു സിംഗുലാരിറ്റിയിൽ നിന്ന് ഇതുപോലൊരു പ്രപഞ്ചം വികസിച്ച് വന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കാമെന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നതിന്. ഇനി നമ്മുടെ ഈ പ്രപഞ്ചത്തിന് എത്ര വലുപ്പമുണ്ട്? അതിനൊരു കണക്കും ആർക്കുമില്ല. ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. നമുക്ക് ഇന്നത്തെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയുന്നൊരു അതിര്, പ്രപഞ്ചത്തിൻ്റെ ഒരു അതിര്. അതല്ലാതെ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥമായ അതിരെവിടം വരെയാണെന്നുള്ളതിനെ പറ്റി യാതൊരു കണക്കും നമുക്കില്ല. ആ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ 300 കോടി കൊല്ലം മുമ്പ് ഒരു കുഞ്ഞു പൊടി ജീവൻ, ഏകകോശ ജീവി രൂപമെടുത്തു. ആ ജീവി എന്തായിരുന്നോ, അതിൻ്റെ രൂപം എന്തായിരുന്നോ ആർക്കും വലിയ നിശ്ചയമൊന്നുമില്ല. ഏകകോശ ജീവി, ഏറ്റവും ചെറിയൊരു ജീവി രൂപമെടുത്തു. പിന്നീട് ഇനി വേറെ എവിടെയെങ്കിലും രൂപം എടുത്തിട്ടുണ്ടോ? ശാസ്ത്രമൊന്നും പറയുന്നില്ല, ശാസ്ത്രത്തിന് അറിയില്ല. ഉണ്ടാകും, ഉണ്ടാകണം, ഉണ്ടായേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉണ്ടെന്നുള്ളതിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ശാസ്ത്രം അനേകം ഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തി ഒരു ഗ്രഹത്തിലും ജീവനുണ്ടാകാനുള്ള സാധ്യതയോ സൗകര്യമോ ഒന്നുമില്ല. ഇനി ഈ ജീവൻ എന്ത് സംഭവിച്ചു? അതിനെങ്ങനെ രൂപാന്തരം വന്നുകൊണ്ടിരുന്നു. പരിവർത്തനം, പരിണാമം എന്നാണ് ശാസ്ത്രം പറയുന്ന വാക്ക്. അങ്ങനെ ഏകകോശ ജീവിയിൽ നിന്ന് പിന്നീട് 2 കോശങ്ങളുള്ള ജീവികളുണ്ടായി. അതിലും വലുതുണ്ടായി, അതിലും വലുതുണ്ടായി, അതിലും വലുതുണ്ടായി. അങ്ങനെ സാവകാശം ഇതെല്ലാം പരിണമിച്ച് ഇന്ന് കാണുന്ന ഈ വിശാലമായ ലോകമുണ്ടായി. തിമിംഗലങ്ങൾ പോലത്തെ ഭീമാകാര ജീവികളും സിംഹത്തെയും കടുവയെയും പോലെ കരുത്തുള്ള ജീവികളും ആനയുടെ 1000 കോടിയിലൊരംശം വരാത്ത കുഞ്ഞിപ്പൊടി ബാക്ടീരിയകളും വൈറസുകൾ ജീവിയാണെന്നുള്ള തർക്കമുള്ള വിഷയമാണ്, അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ബുദ്ധിയുള്ള മനുഷ്യരും ചലിക്കാൻ കഴിയാത്ത സസ്യങ്ങളും മനോഹരമായ പുഷ്പങ്ങളും കായ്കളും ജീവനും, ഒരു മഹാ അത്ഭുതമാണ് ജീവൻ. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടായി. ഇതെങ്ങനെ ഉണ്ടായി എന്നാണ് ശാസ്ത്രം പറയുന്നത്? ബിഗ് ബാങ്ങിലൂടെ, മഹാവിസ്ഫോടനത്തിലൂടെ. ബിഗ് വിസ്ഫോടനമല്ല, വികാസമാണ്. വികാസത്തിലൂടെ പ്രപഞ്ചം ഉണ്ടായി. അതുപോലെ തന്നെ ഈ രാസപ്രവർത്തനത്തിലൂടെ ജീവനുണ്ടായി. ജീവൻ പരിണമിച്ച് ഇന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇനി ഈ ജീവലോകത്തിന് നാശമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനിയും പരിണമിച്ചു കൊണ്ടിരിക്കും. ഇതാണ് ലോകത്തെപ്പറ്റി ശാസ്ത്രം പറയുന്നത്. ഞാനിവിടെ നിർത്തുകയാണ്, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഈ 2 ശാസ്ത്രം പറയുന്നതിനെയും കുറിച്ച്, വേദപുസ്തകം പറയുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കും. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ ആവശ്യപ്പെടുകയാണ്. ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക്, എല്ലാവരും ചിന്തിക്കുന്നവരല്ല, മിക്കവരും ഒരു ആറ്റിറ്റ്യൂഡ്, ചിന്തിച്ചാലും ഒരു അന്തമില്ല, ചിന്തിച്ചില്ല ഒരു കുന്തമില്ല എന്നുള്ളതാണ്. അവരൊക്കെ പോട്ടെ. ചിന്തിക്കുന്ന മനുഷ്യർക്ക്
നിങ്ങളിത് അയച്ചു കൊടുക്കണമെന്ന് എന്നൊരു അപേക്ഷ. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.